ഏവർക്കും വെറൈറ്റി ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓൺലൈനിൽ വാങ്ങിച്ച ബൊഹേം വില്ലയുടെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. 4 പ്ലാന്റ്സ് ആണ് ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു പ്ലാന്റ്സ് മാത്രം ഗ്രാഫ്റ്റഡ് ആണ്, ബാക്കിയെല്ലാം ഓൺ റൂട്ട് പ്ലാന്റ്സ് ആണ്. ആദ്യത്തെ പ്ലാന്റ് ഗോൾഡൻ സൺഷൈൻ്റെയാണ്. ഗോൾഡൻ സൺഷൈൻ്റെ ഓൺ റൂട്ട് പ്ലാന്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു വലിയ പ്ലാന്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്ത് ഗോൾഡൻ സൺഷൈൻ വരുത്തിയിരുന്നു. അത് നല്ല ഹെൽത്തി ആയിട്ട് വന്നില്ല, അതുകൊണ്ട് രണ്ടാമത് ഈ പ്രാവശ്യം ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഇതൊരു വലിയ പ്ലാന്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, ഓൺ റൂട്ട് പ്ലാന്റുമാണ്. ഈ പ്ലാന്റ് അദർണയാണ്. അദർണ എല്ലാവർക്കും അറിയാം, നല്ല വിലയുള്ള പ്ലാന്റാണ്. നമുക്ക് ആ ഫ്ലവറിൽ തന്നെ ആയാലും കുറേ വെറൈറ്റി കളറുകൾ വരുന്നത്, ഒരു ഫ്ലവറിൽ തന്നെ പല കളറുകൾ വരുന്നതാണ് അദർണയിൽ. അദർണയുടെ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ലീഫൊക്കെ പോയിട്ടുണ്ട്, എങ്കിലും ഹെൽത്തി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ഈ പ്ലാന്റ് ഹവായി വൈറ്റ് ആണ്. ഹവായി വൈറ്റിൻ്റെ വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന ഹവായി വൈറ്റ് ആണ്. ഇതിലും കുറച്ച് ലീഫൊക്കെ പോയിട്ടുണ്ട്, എന്നാലും നല്ല ശിഖരങ്ങളൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. ഇത് ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ ഈ ഇലയൊക്കെ പോയെങ്കിലും അത് കിളിർത്ത് വന്നോളും. അടുത്ത പ്ലാന്റ് ഗോൾഡൻ സമ്മർ വൈറ്റിൻ്റെ പ്ലാന്റാണ്. ഉള്ളതിൽ ഏറ്റവും ചെറിയ പ്ലാന്റ് ഗോൾഡൻ സമ്മർ വൈറ്റിൻ്റെ ആണ്. 2-3 ഇലകളൊക്കെ ഇപ്പോൾ നിലവിലുള്ളൂ. ഇല നമ്മൾ കേരളത്തിന് വെളിയിൽ നിന്നാണ് ഓൺലൈനിൽ വരുത്തിയത്, അതുകൊണ്ടാണ് കുറച്ച് ദിവസം എടുത്തു. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കിട്ടുന്നത്. അപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഇലയൊക്കെ പോകുന്നത്. ഈ പ്ലാന്റ്സ് എങ്ങനെയാണ് നമ്മൾ നടുന്നത്, ഓൺലൈനിൽ വരുന്ന പ്ലാന്റ്സ് നമ്മൾ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിക്കാം. പോട്ടി മിക്സായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മണലും മണ്ണും മാത്രമാണ്. അതായത് നമ്മൾ വളങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കില്ല. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒന്നും നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കില്ല. പ്ലാന്റ്സ് നമ്മൾ വേര് പിടിച്ച് കഴിഞ്ഞ് ഹെൽത്തി ആയിട്ട് വളർന്ന് 2-3 ലീഫൊക്കെ എക്സ്ട്രാ വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അതിന് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ മണലും മണ്ണും, അതുപോലെ തന്നെ സാഫ് ഫംഗിസൈഡാണ്, അറിയാലോ. സാഫ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫംഗിസൈഡ് ആയതുകൊണ്ട് തന്നെ ഫംഗസിൻ്റെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇവർ പ്ലാന്റ്സ് അയച്ചിരിക്കുന്നത് ക്ലേ വെച്ചിട്ടാണ്. ക്ലേ വെച്ചിട്ട് ക്ലേയുടെ മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് സ്പ്രേ ചെയ്ത് നനച്ചിട്ടാണ് ഇവിടെ നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ അത് ക്ലേ ഒന്ന് നനച്ചിട്ട് ഒന്ന് കുതുക്കണം. കുതിർത്ത് കഴിഞ്ഞിട്ടാണ് ഈ ടിഷ്യൂ പേപ്പർ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, വേര് വന്നോളും. നമ്മളത് ക്ലേ കുതിർത്ത് കുറച്ച് മുകളിലത്തെ ക്ലേ കളഞ്ഞാലും കുഴപ്പമില്ല, താഴെ ഭാഗത്തെ ക്ലേ കളയരുത്, വേരിൻ്റെ ഭാഗത്തെ ക്ലേ കളയരുത്. അങ്ങനെയാണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ദൂരെ നിന്ന് വരുന്നതായതുകൊണ്ട് അങ്ങനെയാണ് അവർ ചെടി വാടിപ്പോകാതെ ഉണങ്ങിപ്പോകാതെ ഇരിക്കാൻ വേണ്ടി ക്ലേ വെച്ചിട്ട് അയച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മണലും മണ്ണും പോട്ടി മിക്സ് എടുത്തിട്ട് നട്ടാൽ മതി. നമുക്ക് പിന്നീട് അതിലേക്ക് വളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായതുകൊണ്ട് കുറച്ച് അളവിൽ നമ്മൾ നിറച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മണ്ണിൻ്റെ പോട്ടാണ് ഏറ്റവും നല്ലത്. നമ്മൾ എക്സ്ട്രാ കുറച്ച് വെള്ളം ഒഴിച്ചാലും മണ്ണിൻ്റെ പോട്ട് കുറേ അബ്സോർവ് ചെയ്ത് പോകുന്നതുകൊണ്ട് മണ്ണിൻ്റെ പോട്ട് നടുവാണെങ്കിൽ നല്ലതാണ്. നട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരാഴ്ചയിലോ 2 ആഴ്ചത്തേക്ക് തണലത്ത് വെക്കുക. തണലത്ത് വെച്ച് ചെറിയ ലീഫൊക്കെ വന്നതിന് ശേഷം മാത്രം നല്ലപോലെ അത് പ്ലാന്റ് നല്ലപോലെ പിടിച്ച് കിട്ടിയതിന് ശേഷം നമ്മൾ പതുക്കെ വെയിലത്തേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇത് ഗോൾഡൻ സമ്മർ വൈറ്റ്, ഇത് നമുക്ക് ഗോൾഡൻ സൺഷൈനാണ്. ഇത് ഹവായി വൈറ്റ്, ഇത് അദർണ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തെ നമ്മുടെ പ്ലാന്റ്സ് ഇത്ര ആയിട്ടുണ്ട്, വളർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹവായി വൈറ്റാണ്. ഇത് അദർണ നല്ലപോലെ പുതിയ തളിർപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഗോൾഡൻ സമ്മർ വൈറ്റ്, അതും പോയിട്ടില്ല, പിടിച്ച് കിട്ടിയിട്ടുണ്ട്.
ചെറിയ തളിർപ്പൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്